അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയണം, സ്വഹാബാക്കളെല്ലാം ഉള്ള ഒരു സദസ്സിൽ മുത്തുനബി ഒരു ഉപദേശം പറയുന്നു. ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ. ഒരാളുടെ ഖൽബിൽ കിബിറിൻ്റെ ഒരു ചെറിയ അംശം വന്നാൽ അവനൊരിക്കലും സ്വർഗത്തിൽ കടക്കില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴും നമ്മളെ കൽബിൽ വന്നു പോകുന്നതാണ് കിബിർ എന്നുള്ളത്. ഞാൻ തരക്കേടില്ല എന്നുള്ള ഒരു ചിന്ത, ആ കിബിറിൻ്റെ ആ അഹങ്കാരത്തിൻ്റെ ഒരു ചിന്ത പലപ്പോഴും നമുക്ക് വരികയാണ്, വന്നു പോവുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ മിസ്കാലു ദർറത്തിൻ എന്നാണ് മുത്തുനബി പറഞ്ഞത്. കിബിറിൻ്റെ അളവുകൾ ധാരാളമുണ്ട്. പക്ഷെ അതിൽ ചെറിയൊരു അംശം തന്നെ ഉണ്ടായാൽ തന്നെ അവൻ സ്വർഗത്തിൽ എത്തുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ഗൗരവമാണ്, എന്തുമാത്രം പേടിക്കേണ്ട ഒരു വിഷയമാണ് കിബിർ എന്നുള്ളത്. ഇങ്ങനൊരു ഉപദേശം സഹാബാക്കളോട് പറഞ്ഞപ്പോൾ ഖാല റജുലുൻ, ആ കൂട്ടത്തിലെ ഒരു സ്വഹാബി ചോദിച്ചു, അല്ല നബിയെ, ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബഹു ഹസന വനഅലഹു ഹസന. അങ്ങനെയാണെങ്കിൽ ഒരാൾക്കൊരു നല്ല വസ്ത്രം ധരിക്കാൻ പറ്റുകയില്ല എന്നാണോ? ഏതൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ ഇസ്സത്താണോ? അതായത് നല്ലൊരു വസ്ത്രം ധരിക്കണമെന്നും നല്ലൊരു ചെരുപ്പ് ധരിക്കണമെന്ന് എന്നാണല്ലോ നബിയെ. അത് തെറ്റാണോ നബിയെ? കാരണം ഒരു മിസ്കാല ദർറത്ത്, ഒരു ചെറിയ അംശം പോലും കിബിർ വരാൻ പാടില്ല എന്നല്ലേ സ്വഹാബാക്കൾ പേടിച്ചുപോയി. കാരണം അവർ നല്ലൊരു വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ കിബിർ വരാൻ സാധ്യത ഉണ്ടാകുമല്ലോ, നല്ലൊരു ചെരുപ്പ് ധരിച്ചതിൻ്റെ മേൽ കിബിർ വരാൻ സാധ്യത ഉണ്ടാകുമല്ലോ, അത് തെറ്റാണോ എന്ന് മുത്തുനബിയോട് ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞ വാക്കാണ് ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പോൾ കിബിർ എന്നുള്ളത് നമ്മുടെ കൽബിൽ വന്നു പോകുന്ന ചിന്തയാണ്, അല്ലാതെ നമ്മുടെ പ്രവൃത്തികളല്ല. ഒരാൾ നല്ല വസ്ത്രം ധരിച്ചതുകൊണ്ട് അവൻ കിബിർ നടിച്ചു എന്നാവില്ല. ഒരാൾ നല്ലൊരു ചെരുപ്പ് ധരിച്ചതുകൊണ്ട് അവൻ കിബിർ നടിച്ചു എന്നാവില്ല. അങ്ങനെ ചെയ്യുന്നത് ഒരു തെറ്റുമല്ല. എല്ലാവരും ഇങ്ങോട്ട് നമ്മെ കാണുമ്പോൾ ഒരു നല്ലൊരു രീതിയിൽ നാം ഉണ്ടാവുക എന്നുള്ളത് അത് നല്ല വിഷയമാണ്. അല്ലാതെ ഒരു മോശപ്പെട്ട വസ്ത്രങ്ങളായി മോശപ്പെട്ടൊരു കോലമായിട്ട് നാം ജീവിക്കുന്നത് അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല. അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ്റെ അടിമകളെയും അവൻ ഭംഗിയോടെ കാണുന്നത് അവൻ ഇഷ്ടമാണെന്നല്ലേ മുത്തുനബി പഠിപ്പിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള അല്ലാഹു നൽകിയ നിഅമത്തുമായി നാം ജീവിക്കുന്നത്, അത് ഉപയോഗിക്കുന്നത്, അത് ഭംഗിയോടുകൂടെ നമ്മളെ ജീവിതത്തിൽ നാം കൊണ്ടുവരുന്നത് ഒരു തെറ്റുമില്ല. പക്ഷേ ആ സമയത്തൊന്നും കിബിറിൻ്റെ ചിന്ത വരാതെ നാം സൂക്ഷിക്കണം. നമ്മുടെ ഖൽബ് ആ സമയത്ത് ചിലതും നമ്മെ ചിന്തിപ്പിക്കും. ഞാൻ തരക്കേടില്ല എന്നും അല്ലെങ്കിൽ എന്നെക്കാൾ താഴെ ഉള്ളവരാണ് ഒരു നിസാരതയോടുകൂടെ കാണുമ്പോൾ, നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ, അല്ല നല്ല നിയമത്വമായി നാം ജീവിക്കുമ്പോൾ നമ്മളെക്കാൾ താഴെ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ അവരെ നാം ഒരു നിസാരതയോടുകൂടെ കാണുന്നത്, ഇത് എൻ്റെ ഫവറാണ്, ഇത് എൻ്റെ പണമാണെന്നുള്ള ഹുങ്ക്, ആ കിബിർ, ആ അഹങ്കാരത്തിൻ്റെ ചിന്ത വന്നുപോയാൽ പിന്നെ നാം അത് ചെയ്തതെല്ലാം തെറ്റായി പോകും. അവിടെയാണ് മുത്തുനബി പറഞ്ഞത്, അത്തരക്കാർ സ്വർഗത്തിൽ കടക്കില്ല. അല്ലാതെ ഇത്തരത്തിലുള്ള നിയമത്തുകൾ ഉപയോഗിക്കുന്നതിലൊന്നും തെറ്റില്ല, അത് ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. അല്ലാഹു നൽകിയതാണല്ലോ. അതേസമയത്ത് അല്ലാഹു നൽകിയതാണ്, ഒരാളും നിസ്സാരപ്പെടുത്തുന്ന ആ ചിന്ത ഒന്നുമില്ല. ആ രീതിയിൽ ഒരാൾ ഭംഗിയോടുകൂടെ ജീവിക്കുന്നത് അത് നല്ലതാണ്, അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണെന്നാണ് മുത്തുനബി നമ്മെ പഠിപ്പിച്ചത്. വളരെ ഗൗരവത്തോടു കൂടെ കാണുക. കൽബിൽ ഒരു അണുമണി തൂക്കത്തിൻ്റെ കതിരുപോലും കിബിർ വരാതെ നാം സൂക്ഷിക്കണം. അതാണ് ഒരു മുഅ്മിനിന്റെ ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.